മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. വാ ഹരിയേട്ടാ. ഹരിയേട്ടൻ വിദേശത്തായിരുന്നു അല്ലേ? ജാനകി പറഞ്ഞു. അതെ, ജഡ്ജസ് കോൺഫറൻസിൽ പങ്കെടുക്കാൻ പോയതാ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അറിഞ്ഞു. ഇപ്പൊ സിദ്ധു വിളിച്ചിട്ടാണോ ഹരിയേട്ടൻ വന്നത്? അല്ല. അതെന്താ പ്രഭ അങ്ങനെ ചോദിച്ചത്? സാധാരണ സിദ്ധുവിന് പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഉപദേശം കൊടുക്കുന്നത് ഹരിയേട്ടൻ തന്നെയാണല്ലോ. പ്രഭയ്ക്ക് എങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് പ്രഭയും സിദ്ധുവും ഈ കുടുംബത്തിലെ എല്ലാവരും ഒരുപോലെ തന്നെയല്ലേ? അതെ, പക്ഷേ മിക്കവാറും സന്ദർഭങ്ങളിൽ സിദ്ധുവിനോട് അമിത അടുപ്പം കാണിച്ച് എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുമുണ്ട്. ശരിയുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ അത് പ്രഭയാണോ സിദ്ധു ആണോ എന്ന് ഞാൻ നോക്കാറുണ്ടോ? പ്രഭ പറയൂ. ദേവികയെ നന്ദന്റെ ഭാര്യയായി അംഗീകരിക്കണമെന്ന് ഞാൻ മുമ്പ് പ്രഭയോട് പറഞ്ഞിരുന്നു. അന്നത് പ്രഭ ഉൾക്കൊണ്ടില്ല. മീരയുടെ മരണത്തിൽ ദേവികയ്ക്ക് പങ്കില്ലെന്നും ഞാൻ പറഞ്ഞിരുന്നു. അതും പ്രഭ കേട്ടില്ല. ഞാൻ പറയുന്നതൊക്കെ ശരിയാണെന്നും സത്യമാണെന്നും പിന്നീട് പ്രഭയ്ക്ക് ബോധ്യപ്പെട്ടല്ലോ. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വിട് ഹരിയേട്ടാ. എന്റെ എല്ലാ തെറ്റുകളും ഞാൻ അഡ്മിറ്റ് ചെയ്തല്ലോ. പുതിയൊരു ജീവിതവും തുടങ്ങിക്കഴിഞ്ഞപ്പോഴല്ലേ ഈ പ്രശ്നം ഞങ്ങളെ രണ്ടാക്കി മാറ്റിയത്. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നിങ്ങളിപ്പോഴും ഒന്ന് തന്നെയാണ്. ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് സിദ്ധുവിനെയും പ്രഭയും കണ്ട് ശാന്തമായി സംസാരിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. ഹരിയേട്ടൻ തന്നെ ഇടപെടണം. സിദ്ധുവിനോട് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ചോദിക്കണം. അവിടെ ഇവിടെയും തൊടാതെ എന്തെങ്കിലും മറുപടി പറഞ്ഞ് രക്ഷപ്പെട്ടു പോവാൻ ഹരിയേട്ടൻ അനുവദിക്കരുത്. ഹരിയേട്ടൻ സംസാരിക്കണം. ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുകയും വേണം. ഹരിയേട്ടൻ വിചാരിച്ചാലേ നടക്കൂ. ഞാൻ സംസാരിക്കാം. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. വാ ഹരിയേട്ടാ. അച്ഛാ, ഹരിയങ്ങള് വന്നിട്ടുണ്ട്. ഹരിയേടനോ? ഹരിയുടെ സ്ഥലത്തില്ലായിരുന്നല്ലോ. എത്തിയോ? ആ, എത്തി. ഇതെന്താ ഇങ്ങോട്ട് വന്നത്? ഒന്ന് വിളിച്ചു പറയുകയോട് ചെയ്തില്ലല്ലോ. ഇവിടത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ള വരവായിരിക്കോ? അച്ഛാ, എന്നോട് ദേഷ്യപ്പെടല്ലേ. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാ ഹരിയങ്ങള് വന്നിരിക്കുന്നെ. എന്തിനാ മോള് ഹരിയേടനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? എല്ലാ കാര്യങ്ങളും നിന്നോട് ഞാൻ വ്യക്തമായി പറഞ്ഞതല്ലേ. എന്നിട്ട് നീ ഒന്നും അറിയാത്തല്ലേ പെരുമാറിയാലോ? ഇവിടെ ഉള്ളവരുമായിട്ട് ഹരിയങ്ങളൊന്ന് സംസാരിക്കട്ടെ. അങ്കിള് കാര്യങ്ങൾ പറയുമ്പോ എല്ലാവർക്കും വിശ്വാസമാവും. തൽക്കാലത്തേക്കെങ്കിലും എല്ലാവരുടെയും പിണക്കം തീർക്കാന്ന് കരുതി. ഹരിയേട്ടൻ ചോദിക്കുന്നതിനൊക്കെ എനിക്ക് ഉത്തരം പറയാൻ പറ്റുമോ? അച്ഛൻ യുക്തം പോലെ സംസാരിച്ചാ മതി. അമ്മയ്ക്കും നന്ദുവിനൊക്കെ സമാധാനം കിട്ടണം. നീ കാണിച്ചത് വലിയ അബദ്ധം. ഹരിയേട്ടൻ ഈ സാഹചര്യത്തിൽ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. അച്ഛനൊന്ന് സംസാരിക്കേ പ്ലീസ്. വാ. വന്നപ്പോ ജാനകിയും കൂട്ടായിരുന്നില്ലേ ഹരിയേട്ടാ? ജാനകിക്ക് ഹോസ്പിറ്റലിൽ എന്തോ എമർജൻസി. കോഫി എടുക്കട്ടെ? കുറച്ച് കഴിഞ്ഞിട്ട് മതി. സിദ്ധു, സംസാരിക്ക ഹരിയേട്ടാ.
യാത്രകളുടെയും കോടതി കാര്യങ്ങളുടെ ഇടയിൽ ഹരിയേട്ടൻ ഇങ്ങോട്ട് ഓടിപ്പാഞ്ഞ് വരണ്ടായിരുന്നു. താൻ എന്നെ കളിയാക്കുവാണ് ഞാൻ കാര്യമായിട്ട് പറയുന്ന. എന്നുവെച്ചാ ഞാൻ ഒന്നിലും ഇടപെടണ്ടാന്ന്, അങ്ങനെയല്ലേ? ഇവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവകാശമുണ്ടെന്ന് വിചാരിച്ചാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. താല്പര്യമില്ലെങ്കിൽ പറ, ഞാൻ പോയേക്കാം. അങ്ങനെയല്ല അങ്കിൾ. അങ്കിളിനെ ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നു എന്ന് അച്ഛൻ ഉദ്ദേശിച്ചുള്ളൂ. തന്റെ കുടുംബകാര്യങ്ങളിൽ ഇടപെടാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ മീരയുടെ കേസിന്റെ സമയത്ത് തന്നെയും വിളിച്ച് ഞാൻ ബലരാമനെ കാണാൻ പോകില്ലായിരുന്നല്ലോ. ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല ഹരിയേട്ട. ഈ കേസ് ഹരിയേട്ടനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. ആദ്യം കേസ് ഞാനൊന്ന് പഠിക്കട്ടെ, എന്നിട്ട് വിധിയിലേക്ക് കിടക്കാം. ഔപചാരികമായിട്ടുള്ള സംസാരമൊക്കെ മതി. എന്താടോ, എന്താ ശരിക്കും സംഭവിച്ചത്? നമ്മൾ തമ്മിലൊന്ന് സംസാരിക്കാൻ പറഞ്ഞിട്ടാ പ്രഭാഗത്തേക്ക് പോയത്. താൻ തുറന്നു പറ. തൻ്റെ മനസ്സിലുള്ള എന്താന്ന് വെച്ചാൽ എന്നോട് പറ. നമുക്ക് നോക്കാം എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഒന്നും ചെയ്യണ്ട ഹരിയേട്ട. ഒന്നും ചെയ്യേണ്ടെന്ന് താൻ പറഞ്ഞതുകൊണ്ട് മാത്രം ചെയ്യാതിരിക്കാൻ പറ്റുമോ? നോക്ക് സിദ്ധു, തനിക്ക് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്, മരുമകനും മരുമകളും ഉണ്ട്. വൈകാതെ ചെറുമക്കളും വരും. എന്നുവെച്ചാ തന്നെ മാത്രം ബാധിക്കുന്ന കേസല്ല ഇത്. അതുകൊണ്ട് ഇവർക്കൊക്കെ വേണ്ടി താൻ ഉത്തരം പറഞ്ഞേ പറ്റൂ. അങ്കിൾ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ മോളെ? അച്ഛൻ പറയുന്നത് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കാൻ കുറച്ച് സമയം വേണമെന്നാ. അങ്കിള് അമ്മയോടും നന്ദുവിനോടൊക്കെ സംസാരിച്ച് അതിനൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ പറയണം. അച്ഛനെ വിശ്വസിക്കാൻ പറയണം. മോളുടെ ഈ വാദം അംഗീകരിക്കാൻ പറ്റില്ല മോളെ. കുടുംബത്തോട് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഒക്കെ തുറന്നു പറയുകയാണ് വേണ്ടത്. ഗൃഹനാഥന്റെ ഉത്തരവാദിത്വം സിദ്ധു കാണിച്ചേ പറ്റൂ. ഞാൻ എല്ലാ ഉത്തരവാദിത്വം കാണിക്കുന്നുണ്ട്. താൻ എന്ത് ഉത്തരവാദിത്വം കാണിച്ചെന്നാ പറയുന്നത്? ഈ തനൂജ തന്റെ ആരാണെന്ന് പറഞ്ഞോ? അവൾ പറയുന്നതൊക്കെ കള്ളമാണെന്ന് താൻ നാട്ടുകാരോട് പറഞ്ഞോ? ഏയ്, ഇത് നമ്മൾ തമ്മിൽ സംസാരിച്ച എങ്ങും എത്തില്ല. പ്രഭയും നന്ദനെയും വിളിക്കാം. ഒരു തുറന്ന ചർച്ച തന്നെ വേണം. അതൊന്നും വേണ്ട ഹരിയേട്ട. വേണം, അത് വേണം. അവരുടെ മുന്നിൽ വെച്ച് തന്നെ സംസാരിക്കണം. അവരാ അഫക്റ്റഡ് പാർട്ടീസ്. അത് നന്നായി അമ്മേ. ഹരിയങ്ങളുടെ ഇരുത്തി കാര്യങ്ങൾ ചോദിച്ചറിയണം. ഇങ്ങനൊരു കാര്യം ആയതുകൊണ്ട് ഹരിയങ്ങൾ നമുക്കൊപ്പം നിൽക്കുള്ളൂ. മോൾക്കും കൂടി ഒന്നിങ്ങോട്ട് വരാൻ പറ്റുമോ? ഹരിയങ്ങളിനോട് സംസാരിക്കായിരുന്നു. ആ, ഞാൻ നോക്കട്ടെ. ശരി, അമ്മ വച്ചോ. ഗിരി, അമ്മയെ വിളിച്ചത്. ഹരിയങ്ങൾ അവിടെ വന്നിട്ടുണ്ടെന്ന്. ഓ, അവിടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പോവാ. ആണോ? സംസാരിക്കട്ടെ. ഗിരി ഇറങ്ങുമ്പോ എന്നെ അങ്ങോട്ടൊന്ന് ആക്കാവോ? ഞാൻ കൂടി ഉണ്ടെങ്കിൽ അങ്കിളിനോട് കാര്യങ്ങൾ വിശദമായിട്ട് പറയാൻ പറ്റും. എന്റെ രജനി, ഇപ്പൊ തന്നെ കാര്യങ്ങൾ പറയാൻ അവിടെ ആളെണ്ണം കൂടുതലാ. ഇനിയിപ്പൊ നീ കൂടെ ചെന്ന് അവിടെ തിരക്കുണ്ടാക്കണ്ട. എന്താന്ന് വെച്ചാൽ അവർ സംസാരിച്ച് പിരിയട്ടെ. ഗിരി, അതല്ല. ഏതല്ലാന്നാ? നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കുന്നുണ്ടോ? അവര് കാര്യങ്ങൾ പറയട്ടെ. പിണങ്ങിയോ? എനിക്ക് വീട്ടിലൊന്ന് പോയാൽ കൊള്ളായിരുന്നു. പോകാതിരുന്നാ കൊള്ളാമായിരുന്നു എന്നാ എന്റെ ആഗ്രഹം. അവര് സംസാരിക്കട്ടോ.
ഹരിയേട്ടാ, എന്റെ മാനസികാവസ്ഥ ഹരിയേട്ടൻ ഊഹിക്കാലോ. എന്റെ മാത്രമല്ല, എന്റെ മക്കളുടെ. ഞങ്ങൾ എങ്ങനെ വീടിന് പുറത്തിറങ്ങും? ഞാനൊരു കോളേജ് അധ്യാപികയായിരുന്ന ആളാ. ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ് എന്നെ കാണുമ്പോ എന്തായിരിക്കും ചിന്തിക്കുന്നത്? വേണ്ട, മറ്റുള്ളവരുടെ കാര്യം വിടാം. പക്ഷേ എന്റെ മനസാക്ഷിയെ ഞാൻ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും? കാര്യങ്ങളിനറിയാലോ, രജനീശയുടെ കല്യാണം തന്നെ ഏതാണ്ട് ആലങ്കോലമായ രീതിയിലാണ് നടന്നേ. അപ്പൊ പോലും അച്ഛൻ വ്യക്തമായും ഇടപെട്ടിട്ടില്ല. വാ തുറന്നൊന്നും പറഞ്ഞിട്ടുമില്ല. ഞാൻ 10,000 വട്ടം പറഞ്ഞതാ, എന്ത് കാര്യമാണെങ്കിലും ധൈര്യമായിട്ട് എന്നോട് പറയാമെന്ന്. എന്താണെങ്കിലും ഞാനത് സഹിച്ചോളാമെന്ന്. എനിക്കറിയണം എന്താ സംഭവിച്ചതെന്ന്. അതിനുള്ള അവകാശം ഭാര്യ എന്ന നിലയിൽ എനിക്കില്ലേ? മക്കൾ എന്ന നിലയ്ക്ക് നന്ദനും രജനിക്കുമില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. സിദ്ധു, ഇവിടെ ഇരയാക്കപ്പെട്ടിരിക്കുന്നത് താനോ ആ തനൂജയോ അല്ല, ഇവരാണ്. സിദ്ധു എന്തൊക്കെ ന്യായം പറഞ്ഞാലും നീതി കിട്ടേണ്ടത് ഇവർക്കാണ്. അങ്കിൾ, ഞാനൊരു കാര്യം പറയാം. മിണ്ടിപ്പോരുത്. നിനക്കിവിടെ എന്താ കാര്യം? കയറിപ്പോ. പ്രഭ, ഹരിയേട്ടാ, സിദ്ധുവിനെ ന്യായീകരിച്ച് കാര്യങ്ങൾ ഇതുവരെ എത്തിച്ചത് ഇവളാ. ഞങ്ങൾ വീട്ടുകാർ സംസാരിക്കുന്നതിനിടയ്ക്ക് നീ വേണ്ട. അത് പ്രഭയല്ല തീരുമാനിക്കേണ്ടത്. എന്നോടുള്ള ദേഷ്യം ഇവളോട് തീർക്കണ്ട. കണ്ടില്ലേ, അച്ഛനെ പറഞ്ഞാൽ മകൾ ഇടപെടും, മകളെ പറഞ്ഞാൽ അച്ഛനും. ഹരിയേട്ടാ, ഇങ്ങനെ ബഹളം ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് പിന്നീട് സൗകര്യം പോലെ സംസാരിക്കാം. അവിടെ ഇരിക്കണോ? വേണ്ട ഹരിയേട്ടാ. ഇരിക്കടോ. പ്രഭേ, ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ബഹളം വയ്ക്കുന്നത് ശരിയല്ല. എങ്ങനെ ബഹളം ഉണ്ടാക്കാതിരിക്കുമെങ്കിലേ? അമ്മ പറഞ്ഞതുപോലെ നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ വയ്യാതായി. ആ തനുജ, അവൾ ഇവിടെ വന്നത് പോട്ടെ, ഗിരീഷേട്ടന്റെ കുടുംബത്തിലും പോയി ബഹളം ഉണ്ടാക്കി. ചേച്ചിക്ക് പിന്നെ അവിടെ എന്ത് വില കിട്ടും? അതിനിടെ ഇവിടെയുള്ള ആളുകൂടി തെറ്റ് ചെയ്ത ആളിന് വേണ്ടി വാദിച്ച പൊട്ടിത്തെറിച്ചു പോവും. ഹരിയങ്കിൾ, ഞാൻ മുറിയിലോട്ട് പോവാം. നിങ്ങൾ സംസാരിക്കേ. വേണ്ട, മോളോടെ നിൽക്ക്. ഈ കുടുംബത്തിലെ എല്ലാവരും വേണം. എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. സിദ്ധു, ഞാനൊന്ന് ചോദിക്കട്ടെ, ആരെ ഈ തനൂജ? ഒരു പാർട്ടി പ്രവർത്തകന്റെ മകളാ. ഏത് പാർട്ടി പ്രവർത്തകന്റെ? അത് പറഞ്ഞാൽ ഹരിയേട്ടന് അറിയില്ല. ശരി, ആ കുട്ടിയുടെ വന്ന് പണം ആവശ്യപ്പെട്ടത് എന്തിനാ? ആ കുട്ടിയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് മറ്റൊരാൾ കുറച്ച് ക്യാഷ് കടമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, വീട് പണിക്കോ മറ്റോ. അതിന് മധ്യസ്ഥനായിട്ട് നിന്നത് ഞാനാ. കാശ് കൊടുക്കേണ്ട ആൾ ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല. ആ കാശ് ഞാൻ കൊടുക്കണമെന്ന് അവള് പറയുന്നത്.
അല്ല, പച്ചക്കള്ളോ ഹരിയേട്ട ഈ വിളിച്ചു പറയുന്നത്. പ്രഭ ഒന്ന് അടങ്ങിയിരിക്കുന്നല്ലോ. ഞാനൊന്ന് സിദ്ധുവിനോട് സമാധാനമായിട്ട് സംസാരിക്കട്ടെ. ഇങ്ങനെ ഒരാൾ വഴക്കുണ്ടാക്കാനിരിക്കുമ്പോ ചർച്ചയ്ക്ക് എന്ത് പ്രസക്തി ഹരിയേട്ടാ? കണ്ടോ, രക്ഷപ്പെടാൻ ഒരു അവസരം കിട്ടിയതുപോലെ സംസാരിക്കാതിരിക്കുന്ന കണ്ടോ? നന്ദ, നീ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? സിദ്ധു പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി ആ പണം കടം വാങ്ങിയ ആളിന്റെയും കൊടുത്ത ആളിന്റെയും ഫോൺ നമ്പർ ഇങ്ങതാ. തന്റെ ഫോണിൽ നിന്ന് ഞാൻ അവരെ വിളിച്ച് സംസാരിക്കാം. ഞാൻ അവരോട് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. താൻ ഇതിൽ ഇടപെടുകയേ വേണ്ട. എവിടെ തന്റെ ഫോണിൽ കാണോ? സിദ്ധു പറയുന്നത് കള്ളമാണെന്ന് സിദ്ധുവിനും അറിയാം, ഞങ്ങൾക്കും അറിയാം. താൻ പറയുന്നത് കള്ളമാണെന്നുള്ളത് ഞങ്ങൾക്കറിയാവുന്നത് തനിക്കറിയാം. തനൂജ ഇനി എന്തൊക്കെ അവകാശവാദങ്ങൾ പറഞ്ഞാലും സിദ്ധു തനൂജയുടെ അച്ഛനല്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം എനിക്ക് സിദ്ധുവിനെ അറിയാം. പക്ഷേ ഇതിനകത്ത് എവിടെയോ ഒരു നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ട്. അത് സിദ്ധു മൂടി വെച്ചിരിക്കുന്നിടത്താണ് പ്രശ്നം കിടക്കുന്നത്. എടോ, ഈ ഒരു വിഷയത്തിൽ താൻ ആദ്യം ഉത്തരം കൊടുക്കേണ്ടത് തന്റെ ഭാര്യയ്ക്കാണ്. ഇത്തരം ഒരു വിഷയം കുടുംബത്തിലുണ്ടായാൽ അത് ആദ്യം ബാധിക്കുന്നത് ആരോപണ വിധേയന്റെ ഭാര്യയാണ്. പക്ഷേ പ്രഭ ഇവിടെ എത്ര തുറന്ന മനസ്സോടെയാ തന്നോട് പ്രതികരിച്ചത്, തന്നെ സപ്പോർട്ട് ചെയ്തത്. ശരിയോ തെറ്റോ എന്തായാലും കുഴപ്പമില്ല, തുറന്ന് പറഞ്ഞാൽ മതിയെന്ന്. എടോ, എന്തിനും കൂടെ നിൽക്കുന്ന ഭാര്യ തന്റെ ഭാഗ്യമല്ലേ? ഭദ്രദീപത്തിന്റെ മുന്നിൽ വെച്ച് താൻ താലി കെട്ടിയ ഭാര്യ, തന്റെ രക്തത്തിൽ പിറന്ന മകള്, ഒരു കൂട്ടുകാരനെ പോലെ തന്നെ കൊണ്ടു നടക്കുന്ന തന്റെ മകൻ, ആ മകന്റെ കൈ പിടിച്ചു വന്ന ഈ മരുമകൾ, ഇത്രയും പേര് തന്റെ വാക്കുകൾക്ക് വേണ്ടി കാതോർത്തിരിക്കുക. താൻ പറ, ആരാ തനൂജ? തനൂജ എന്റെ ആരുമല്ല. ഹരിയേട്ടനെ ഒരു ജഡ്ജായി കണ്ടാണ് ഞാൻ ഈ പറയുന്നത്. തനൂജ എന്റെ ആരുമല്ല. ഹരിയേട്ടാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്താ? തനൂജ ആരുമല്ല എന്നുള്ളത് ഞങ്ങൾ ആദ്യ ദിവസം മുതലേ കേട്ടുകൊണ്ടിരിക്കുക. തനൂജ എന്റെ ആരുമല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത്? ഇപ്പൊ ഹരിയേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇന്നും നാളെയും മറ്റന്നാളും ഈ ഇരിക്കുന്നത് ഹരിയേട്ടൻ എന്നല്ലേ ഞാൻ പറയൂ? സത്യം ഒന്നല്ലേ ഉള്ളൂ, അങ്ങനെയല്ലേ പറയാൻ പറ്റൂ? തനുജ എന്റെ ആരുമല്ല. ഓക്കെ, ഞാനത് വിശ്വസിക്കുന്നു. സിദ്ധു ആദ്യം മുതലേ പറഞ്ഞതാണോ അവസാനം പറഞ്ഞതാണോ ശരിയെന്നൊന്നും ഞാൻ നോക്കുന്നില്ല. സിദ്ധു പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. അത് ആത്മാർത്ഥമാണ്. തനൂജയെ സിദ്ധുവിനറിയാം അല്ലേ? അറിയാം. അടുത്ത ചോദ്യം അവൾ ആരാന്നാവും. ഞാൻ കുറച്ച് ദിവസത്തിനുള്ളിൽ അത് പറയാം. ആദ്യം പറയുന്നത് പ്രഭയോട് തന്നെ ആയിരിക്കും. അതുപോലെ അതൊക്കെ ഒഴിഞ്ഞു മാറാനുള്ള
നന്ദാ വേണ്ട. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.